ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അഞ്ജു സ്വീറ്റ് ഹോം. അപ്പൊ ഇന്നൊരു കുഞ്ഞു വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ തിരുവനന്തപുരത്തിന്റെ രാത്രികാല കാഴ്ചകളിലാണ് കേട്ടോ നിങ്ങളെ ഇന്ന് ഞാൻ കൂട്ടിക്കൊണ്ടു പോകുന്നത്. അപ്പൊ നമ്മുടെ പ്രധാന സ്പോട്ടായിട്ടുള്ള കനകക്കുന്ന് കൊട്ടാരത്തിന്റെ അവിടെയും അതുപോലെ തന്നെ വെള്ളയമ്പലം കനകക്കുന്ന് ആ സ്ട്രെച്ച് റോഡിലും അതുപോലെ വെട്ടുകാട് പള്ളിയിലും ഒക്കെ ലൈറ്റുകളുടെ കുംഭമേള നടക്കുന്നത് നിങ്ങൾ പല യൂട്യൂബർമാരും ഇട്ട് കണ്ടിട്ടുണ്ടാവും, അറിഞ്ഞിട്ടുണ്ടാവും അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് അതിലേക്കല്ല നമ്മൾ പോകുന്നത്. ഞങ്ങൾ കുറച്ചു നാൾ മുമ്പ് കണ്ടെത്തിയ പുതിയ കുറച്ച് ഇടങ്ങളുണ്ട് കേട്ടോ. അധികം ആരും അറിയപ്പെടാതെ പോയതും എന്നാൽ അതിമനോഹരമായിട്ട് ഇതുപോലെ നന്നായിട്ട് ലൈറ്റ് ഒക്കെ ചെയ്തിട്ടുള്ളതും ഫോട്ടോ ബൂത്തുകളും ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള കുറേ അധികം പള്ളികളുടെ ഒരു ഏരിയയിലേക്കാണ് കേട്ടോ നമ്മൾ ഇന്നലെ പോയത്. അപ്പൊ ഇന്നലെ പോയ ഒരു കുഞ്ഞു യാത്രയുടെ വീഡിയോ ആണേ. ഇതെന്ന് പറയുന്നത് നമ്മുടെ വേളിയിൽ നിന്ന് പെരുമാതുറ പോകുന്ന ആ സ്ട്രെച്ച് റോഡിൽ വരുന്ന കുറേ അധികം പള്ളികളും അതുപോലെ തന്നെ അതിമനോഹരമായ കുറെ വീടുകളും ഒക്കെ ഉണ്ട്. അപ്പൊ വീടുകളൊക്കെ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിട്ട് തന്നെ നമ്മൾ അതിന്റെ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല. പക്ഷെ നിങ്ങൾക്ക് കണ്ണുകൊണ്ട് പോകുമ്പോഴൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അത് എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പൊ ആ സ്ട്രെച്ചിലുള്ള കുറേ അധികം പള്ളികളുണ്ട്. അതിൽ ചില പള്ളികളാണ് കേട്ടോ ഈ കാണിക്കുന്നത്. അപ്പൊ ഈ പള്ളികളുടെ ഒക്കെ പേരും ഡീറ്റെയിൽസും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലൊക്കേഷൻ കിട്ടുവാണെങ്കിൽ ഞാൻ ഷെയർ ചെയ്തേക്കാം. കിട്ടുകയാണെങ്കിൽ എന്നല്ല, ഞാൻ ഇട്ടേക്കാം കേട്ടോ പേരുകൾ. അപ്പൊ നിങ്ങൾ ആരെങ്കിലും തിരുവനന്തപുരത്തുള്ളവരുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു എന്തായാലും ജനുവരി വരെ ഇതെല്ലാം കാണും. അപ്പൊ നിങ്ങൾക്ക് ഒന്ന് പോയി കാണാമല്ലോ പിള്ളേരും ഒക്കെ ആയിട്ട്. അപ്പൊ കഴിഞ്ഞ 2 വർഷം മുമ്പ് ഞങ്ങള് അങ്ങനെ എങ്ങും യാത്ര പോകാനൊന്നും പറ്റാതിരുന്ന ഒരു സന്ദർഭത്തില് മക്കളെയും കൊണ്ട് എവിടെയെങ്കിലും പോകണമല്ലോ എന്ന് വെച്ച് വെറുതെ ഒന്ന് വണ്ടി എടുത്ത് ഇറങ്ങിയപ്പോഴാണ് ഈ സ്ട്രെച്ച് റോഡിലുള്ള ഈ പള്ളികളും കാര്യങ്ങളും ഒക്കെ കണ്ടത് കേട്ടോ. അപ്പൊ അതിനുശേഷം ഇതിപ്പോ ഞങ്ങളുടെ ഒരു സ്ഥിരം റൂട്ടീനാണ്. എല്ലാ വർഷവും ഇപ്പൊ കഴിഞ്ഞ 3 വർഷമായിട്ട് ഞങ്ങൾ ഈ റോഡിൽ കൂടെ ഇതുപോലെ ഒന്ന് പോയി എല്ലാ പള്ളികളിലും കയറി ഇറങ്ങി കാണാനും ഒക്കെ ഉണ്ട് കേട്ടോ. ഒരുപാടുണ്ട്, നല്ല രസമാണ്. പിന്നെ ഇന്നത്തെ ഈ യാത്രയിൽ മറ്റൊരു പ്രത്യേകത കൂടെ ഉണ്ട് കേട്ടോ ഞങ്ങൾക്ക്. അത് വേറൊന്നുമല്ല, ഞങ്ങളുടെ മുത്തുമണിയും കൂടെ ഉണ്ട് കേട്ടോ. അതായത് എൻ്റെ അനിയത്തിയുടെ മകള്. പുള്ളിക്കാരി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കൂടെ എന്നല്ല, ആരുടെ കൂടെയും അങ്ങനെ ഒറ്റയ്ക്കൊന്നും പോകുന്ന ആളൊന്നും അല്ല. പുള്ളിക്കാരിയുടെ അമ്മയോ അച്ഛനോ ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ, അമ്മയും അച്ഛനും, അമ്മ മസ്റ്റാണ് എങ്കിലേ പോളൂ. മുമ്പ് ഒരു വർഷം മുമ്പാണെന്ന് തോന്നുന്നു ഞങ്ങൾ ഒരിക്കൽ ഇതുപോലെ പുറത്തു പോകാൻ ഇറങ്ങിയപ്പോൾ പുള്ളിക്കാരിയും കൂടെ വരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കൊണ്ടുപോയി. പക്ഷെ ഇറങ്ങി പകുതി വഴിയിലെത്തിയപ്പോഴത്തേക്ക് ആശാത്തി കരച്ചിൽ തുടങ്ങി. അമ്മയെ കാണണം, വീട്ടിൽ പോണം എന്നും പറഞ്ഞുള്ള പാട്ട് തുടങ്ങി. അങ്ങനെ പിന്നെ ഞങ്ങളെ യാത്രയും തുടങ്ങി. ഞങ്ങൾ നേരെ തിരിച്ച് ആശാത്തിയും കൊണ്ട് അങ്ങ് വീട്ടിൽ പോയി. അതിനുശേഷം ഞങ്ങൾ അങ്ങനെ ഇൻട്രസ്റ്റ് എടുത്തിട്ടില്ല. പുള്ളിക്കാരി എവിടെയെങ്കിലും പോകുമ്പോൾ അങ്ങനെ വിളിക്കാറില്ല കേട്ടോ. അപ്പൊ ഈ കഴിഞ്ഞ ക്രിസ്മസിൽ ശിവചേട്ടൻ പപ്പയായിട്ട് ഒരുങ്ങിയ ക്രിസ്മസ് കരോളൊക്കെ കണ്ടില്ലേ, അത് നമ്മുടെ റെസിഡൻസിൽ നടന്ന ക്രിസ്മസ് കരോളായിരുന്നു കേട്ടോ. അപ്പൊ ആ ക്രിസ്മസ് കരോളിന് ഞങ്ങള് മുത്തിനെയും കൂടെ വിളിച്ചിരുന്നു. അപ്പൊ മുത്ത് വന്നിരുന്നേ. അപ്പൊ അന്ന് എന്റെ ധൈര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റെസിഡൻസിനകത്താണല്ലോ നമ്മൾ ക്രിസ്മസ് കരോളായിട്ട് പോവുക. അപ്പൊ എവിടെയെങ്കിലും വെച്ച് ആശാത്തി കരയണം പോണോന്ന് പറഞ്ഞാൽ പുള്ളിക്കാരിയുടെ അച്ഛനെ വിളിച്ചു പറഞ്ഞാൽ ഉടനെ തന്നെ അനിയൻ വന്ന് വിളിച്ചുകൊണ്ട് പോകും എന്നുള്ള ധൈര്യത്തിലാണ് വിളിച്ചു വരുത്തിയത്. പക്ഷേ പുള്ളിക്കാരി വരികയും ചെയ്തു, നിൽക്കുകയും ചെയ്തു. എല്ലാം കഴിഞ്ഞ അവസാനം പോണില്ല എന്നും പറഞ്ഞായിരുന്നു കരച്ചില്. അവസാനം ശിവചേട്ടനെ കെട്ടിപ്പിടിച്ചിട്ട്, വല്യച്ഛ ഞാൻ ഇനി ഇന്ന് കരഞ്ഞില്ലല്ലോ വല്യച്ഛൻ്റെ കൂടെ വന്നപ്പോ, അപ്പൊ വല്യച്ഛ എന്നെ എപ്പോഴും കൊണ്ടുപോണേ എന്നും പറഞ്ഞ് കരച്ചിലായിരുന്നു. അപ്പൊ പാവം വല്യച്ഛന് സങ്കടമൊക്കെ തോന്നി. പക്ഷെ രാത്രി കിടന്നുറങ്ങി കഴിയുമ്പോഴത്തേക്ക് വീണ്ടും വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ് ബഹളം വെച്ചാലോ എന്ന് പേടിച്ച് അന്ന് എങ്ങനെയൊക്കെയോ പറഞ്ഞു വിട്ടു. എന്നിട്ട് വല്യച്ഛൻ പ്രോമിസ് ചെയ്തിരുന്നു ഇനി മുത്തിനെ സ്കൂൾ തുറക്കും മുമ്പ് വല്യച്ഛൻ എവിടെയെങ്കിലും കൊണ്ടുപോവാ. അപ്പൊ വലിയച്ഛൻ ആ വാക്ക് പാലിക്കാനായിട്ടാണ് നമ്മുടെ മുത്തുമണിയെയും കൂട്ടിയിട്ട് ഈ യാത്രയ്ക്ക് ഇറങ്ങിയത് കേട്ടോ. അപ്പൊ കരഞ്ഞില്ല എന്ന് മാത്രമല്ല, ആശാത്തി ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുകയും ചെയ്തു കേട്ടോ. വണ്ടിക്കകത്ത് കിടന്ന പാട്ടും ഡാൻസും ഒരു ബഹളമായിരുന്നേ. അപ്പൊ നമ്മളിത് അങ്ങനെ ആ വഴിയിലുള്ള പള്ളികളെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ വെട്ടുകാട് പള്ളി നടയിൽ കൂടെ പോകുമ്പോ അവിടെ കയറാതിരിക്കുന്ന മോശമല്ലേ എന്ന് പറഞ്ഞ് നമ്മള് വെട്ടുകാട് പള്ളിയിൽ പോയി. നമ്മളിത് വന്നപ്പോഴത്തേക്ക് ഏതാണ്ട് ഒരു 10:45 ആയിരുന്നു കേട്ടോ സമയം. അപ്പൊ എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു 10:45 ആയതുകൊണ്ട് ഇവിടെ അധികം ആളൊന്നും കാണൂല. എന്റെ അമ്മേ, പൂരപ്പറമ്പില് കല്ലിടാൻ സ്ഥലമില്ല എന്ന് പറയും പോലെയായിരുന്നു ആളുകൾ. പ്രത്യേകിച്ച് ഇതുപോലെ കാണുന്ന ഫോട്ടോ ബൂത്തുകളുടെ അടുത്താണെങ്കിൽ ആളുകളുടെ സംസ്ഥാന സമ്മേളനമാണോ എന്താണെന്നുള്ള അമ്മാതിരി ജനത്തിരക്കായിരുന്നു. അവസാനം ശിവചേട്ടൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, നീ പതുക്കെ സൈഡിൽ കൂടെ പോയി
പോയി നിനക്ക് ആവശ്യമുള്ള വല്ല വീഡിയോ ഒക്കെ കിട്ടുമോ എന്ന് നോക്കാം. ആൾക്കാരില്ലാതെ ഒന്നും കിട്ടൂല, ആൾക്കാരുടെ തലയോടുകൂടി കിട്ടുമെങ്കിൽ നീ എടുത്തോ. ഞാൻ പിള്ളേരെയും കൊണ്ട് ഏതെങ്കിലും ഒരു ഭാഗത്ത് പോയി ഒരു ഫോട്ടോ എങ്കിലും എടുക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ എന്ന്. അങ്ങനെ അവരവരുടെ വഴിക്കും തിരിഞ്ഞു, ഞാൻ എന്റെ വഴിക്ക് വല്ലതും എടുക്കാൻ പറ്റുമോ നോക്കി. എവിടെ ആൾക്കാരില്ലാത്ത ഒരൊറ്റ പ്ലേസ് ഇല്ല കേട്ടോ. എല്ലാ സ്ഥലത്തും ആൾക്കാര്, പ്രത്യേകിച്ച് ഫോട്ടോ എടുക്കാൻ പറ്റിയ ഫോട്ടോ ബൂത്ത് പോലെയൊക്കെ വെച്ചിരിക്കില്ലേ, അവിടെയൊക്കെ ആണെങ്കിൽ ആൾക്കാരുടെ ഭയങ്കര ആൾക്കാരെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ആൾക്കാര്. അപ്പൊ ദാ ഈ കണ്ട ജനങ്ങളെ എല്ലാം നോക്കി അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ട് ദാ നമ്മുടെ യേശുപ്പൻ ദാ മുകളിൽ നിപ്പുണ്ട് കേട്ടോ. അപ്പൊ അത്രയ്ക്കും ജനമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. പ്രത്യേകിച്ച് ആ 2025 വെൽക്കം ചെയ്തുകൊണ്ടുള്ള ആ ഒരു ലൈറ്റിന്റെ അവിടെ എന്റെ ദൈവമേ എന്ത് ജനമാണ്. അതിന്റെ ഫ്രണ്ടിൽ കൂടെ കേറുന്നോ, സൈഡിൽ കൂടെ കേറുന്നോ, ബാക്കിൽ കൂടെ കേറുന്നോ ഫോട്ടോ എടുക്കാൻ. ഒരാൾ അങ്ങോട്ട് തിരിയുന്നതിന്റെ ഇടയിൽ ഓടിച്ചാടി കയറിയാണ് ആൾക്കാർ എടുക്കുന്നത്. അവിടെ ഒന്നും നമ്മൾ ഫോട്ടോ ഒന്നും എടുക്കാൻ നിന്നില്ല കേട്ടോ, കാരണം നിന്നാൽ ഇന്നൊന്നും വരാൻ പറ്റില്ല, അത്രയ്ക്ക് ജനമായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് നമ്മൾ പുറത്തു പോകുമ്പോൾ ഉള്ള ഒരു ചടങ്ങാണല്ലോ പുറത്തുനിന്നുള്ള ഫുഡ് അടി എന്ന് പറയുന്നത്. അപ്പൊ എന്താ നമ്മൾ ഒരു അടിപൊളി കടയിൽ കയറിയിട്ടുണ്ട് കേട്ടോ. കയറി ഞാനും മുത്തുമണി അപ്പവും അച്ഛനും മക്കളും ബെറോട്ടയുമാണ് വാങ്ങിച്ചത് കേട്ടോ. പിന്നെ ചിക്കൻ റോസ്റ്റും, അയ്യോ നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇത്രയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ റോസ്റ്റ് ഞാൻ കഴിക്കുന്നത് ആദ്യമായിട്ടെന്ന് തന്നെ പറയാം. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പൊ അതെന്റെ ഈ വെട്ടി വിഴുങ്ങൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ടേസ്റ്റ്. അപ്പൊ അതാ ഞങ്ങളെല്ലാം കഴിച്ചു കഴിഞ്ഞ്, മുത്തുമണി പൊതുവെ ആഹാരം കഴിക്കാൻ ഭയങ്കര പാടാണ്. അച്ഛനും അമ്മയുടെ എല്ലാവരുടെയും ഏറ്റവും വലിയ പരാതി അതാണ് കേട്ടോ. പിന്നെ അഞ്ചുമ്മയല്ലേ, അഞ്ചുമ്മയുടെ ഇഷ്ടമില്ലേ, ഇനി പോകുമ്പോ കൊണ്ടുപോണ്ടേ എന്നൊക്കെ ചോദിച്ചും പറഞ്ഞും ആശാത്തി വല്ലവിധന് കുത്തിയൊക്കെ ഇറക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതങ്ങനെ ഞങ്ങൾ ഏറ്റെടുത്ത ജോലിയൊക്കെ തീർത്തതാ ഞങ്ങൾ പ്ലേറ്റ് എല്ലാം കാലിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പതാ നമ്മുടെ തിരുവനന്തപുരം നഗരവും രാത്രി ഉറക്കമില്ലാത്ത നഗരമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് ഇന്നലത്തെ യാത്രയോടുകൂടി ഞങ്ങൾക്ക് ബോധ്യമായതാണ് കേട്ടോ. കാരണം 11:15 11:30 ഒക്കെ ഈ റോഡുകളിൽ കൂടെ വരുമ്പോൾ ഉള്ള ജനപ്രവാഹം അത്രയ്ക്ക് വലുതാണ്. അപ്പൊ നാട് അതേപോലെ തന്നെ ഒരുപാട് വളരട്ടെ അല്ലെ, അത് നമുക്കും സന്തോഷമല്ലേ. രാത്രി സ്വാതന്ത്ര്യത്തോടുകൂടി ഫ്രീ ആയിട്ട് ഇറങ്ങി നടക്കാൻ പറ്റുമെന്ന് എല്ലാവർക്കും തിരിച്ചറിവുണ്ടാവുക എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അപ്പൊ ആ ഒരു സന്തോഷത്തോടുകൂടി ഞാൻ ഇന്നത്തെ എന്റെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.